കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം, ദൈവം യാക്കോബിനോട് എവിടേക്ക് പോയി യാഗപീഠം പണിയുവാനാണ് പറഞ്ഞത്? ഓപ്ഷൻ: ബേഥേൽ, ഹെബ്രോൻ, ബെർശേബ, ശേഖേം. ഉത്തരം ബേഥേൽ. 35-ാം അധ്യായം 1-ാം വചനം. അടുത്ത ചോദ്യം, ബേഥേലിലേക്ക് പോകുന്നതിന് മുൻപ് യാക്കോബ് തൻ്റെ കുടുംബത്തോട് എന്ത് നീക്കുവാൻ പറഞ്ഞു? ഓപ്ഷൻസ്: അന്യദേവന്മാർ, പൊന്നാഭരണങ്ങൾ, ആയുധങ്ങൾ, വഴിപാടുകൾ. ഉത്തരം അന്യദേവന്മാർ. 35-ാം അധ്യായം 2-ാം വചനം. അടുത്ത ചോദ്യം, യാക്കോബ് അന്യദേവന്മാരെയും കാതലങ്കാരങ്ങളെയും എവിടെ അടക്കം ചെയ്തു? ഓപ്ഷൻ: ശേഖേമിനടുത്തുള്ള കരുവേലകത്തിന് കീഴിൽ, മരുഭൂമിയിൽ, ബേഥേലിന് അടുത്ത്, യോർദാൻ നദിക്കരയിൽ. ഉത്തരം ശേഖേമിനടുത്തുള്ള കരുവേലകത്തിന് കീഴിൽ. 35-ാം അധ്യായം 4-ാം വചനം. അടുത്ത ചോദ്യം, ബേഥേലിനടുത്തുള്ള വൃക്ഷത്തിന് കീഴിൽ ആരാണ് മരിച്ചടക്കം ചെയ്യപ്പെട്ടത്? ഓപ്ഷൻസ്: റെബേക്കയുടെ ദാസി ദെബോര, റാഹേൽ, ലേയ, ദീന. ഉത്തരം റെബേക്കയുടെ ദാസി ദെബോര. 35-ാം അധ്യായം 8-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം ബേഥേലിൽ യാക്കോബിന് വീണ്ടും ഏത് പുതിയ പേര് ഉറപ്പിച്ചു പറഞ്ഞു? ഓപ്ഷൻസ്: അബ്രഹാം, ഇസ്രായേൽ, ഇസഹാക്ക്, യോസേഫ്. ഉത്തരം ഇസ്രായേൽ. 35-ാം അധ്യായം 10-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം ബേഥേലിൽ യാക്കോബിന് ഏത് വാഗ്ദാനം കൊടുത്തു? ഓപ്ഷൻസ്: അവനിൽ നിന്ന് ജാതികളും രാജാക്കന്മാരും പിറക്കും, അവൻ രാജാവാകും, അവൻ മിസ്രയീമിനെ ഭരിക്കും, അവൻ്റെ മക്കൾ പ്രവാചകന്മാർ ആകും. ഉത്തരം അവനിൽ നിന്ന് ജാതികളും രാജാക്കന്മാരും പിറക്കും. 35-ാം അധ്യായം 11-ാം വചനം. അടുത്ത ചോദ്യം, ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്ത് യാക്കോബ് എന്ത് സ്ഥാപിച്ചു? ഓപ്ഷൻസ്: കൽത്തൂൺ, കൂടാരം, പൊൻവിഗ്രഹം, തടിക്രൂശ്. ഉത്തരം കൽത്തൂൺ. 35-ാം അധ്യായം 14-ാം വചനം. അടുത്ത ചോദ്യം, റാഹേൽ തൻ്റെ മകന് മരിക്കുന്നതിന് മുൻപ് ഏത് പേര് നൽകി? ഓപ്ഷൻസ്: ബെനോനി, ബെന്യാമീൻ, യോസേഫ്, ഇസ്രായേൽ. ഉത്തരം ബെനോനി. 35-ാം അധ്യായം 18-ാം വചനം. അടുത്ത ചോദ്യം, ഈ അധ്യായത്തിൽ യാക്കോബിൻ്റെ എത്ര പുത്രന്മാരുടെ പേരുകളാണ് പറയുന്നത്? ഓപ്ഷൻസ്: 10, 11, 12, 13. ഉത്തരം 12 പുത്രന്മാർ. അടുത്ത ചോദ്യം, ഇസഹാക്കിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ്: അബ്രഹാം, യാക്കോബ്, നോഹ്, തേരഹ്. ഉത്തരം അബ്രഹാം. അടുത്ത ചോദ്യം, ഇസഹാക്ക് മരിച്ചപ്പോൾ വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻസ്: 120, 147, 180, 200. ഉത്തരം 180 വയസ്സ്. 35-ാം അധ്യായം 28-ാം വചനം. അടുത്ത ചോദ്യം, ഇസഹാക്കിനെ അടക്കം ചെയ്തത് ആരാണ്? ഓപ്ഷൻസ്: യാക്കോബും ഏശാവും, യോസേഫും ബെന്യാമീനും, യാക്കോബ് മാത്രം,
ഉത്തരം യാക്കോബും ഏശാവും. 35-ാം അധ്യായം 29-ാം വചനം. ഇവിടെ ചോദിച്ചിരിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങളുടെ അതിൻ്റെ റെഫറൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അടുത്ത നമുക്ക് 36-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളുമായി പിന്നെയും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.